ഒരു കല്യാണം നടക്കുകയാണ്. ഞാൻ ഈ പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ഒരു വിവാഹാലോചന നടക്കുകയാണ്. അല്ലാഹു അതുപോലൊരു വിവാഹാലോചന നമുക്ക് നടക്കുമാറാകട്ടെ. ആരാന്നറിയുമോ? ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ, ബഹുമാനപ്പെട്ട ബീവി സൈനബ് റളിയല്ലാഹു അൻഹാ. പ്രിയപ്പെട്ട ബീവി സൈനബ് റളിയല്ലാഹു അൻഹാ. ഖുർആനിലെ കല്യാണം കേട്ടോളി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഈ നാണം കെട്ട പരിപാടിയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കണം. പാവപ്പെട്ട പെണ്ണിന്റെ കൂര എഴുതിയില്ലെങ്കിൽ മോനെ കെട്ടിച്ചു കൊടുക്കില്ല. എന്തിനാ സഹോദരങ്ങളെ ഇങ്ങനെ? ഞാൻ നിങ്ങളുടെ നേരെ വരച്ചുണ്ടി പറയുകയല്ല. എത്രയോ സ്ഥലത്ത് ഉമർ റളിയല്ലാഹു അൻഹു പുതിയാപ്പിളയ്ക്ക് പെണ്ണിനെ കണ്ടുപിടിച്ചാരാ? രാത്രിയിൽ അള്ളാഹ് ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് പാലിൽ വെള്ളം ചേർക്കാത്ത പെണ്ണ് വധുവായി. അവരുടെ കുടുംബ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായോ? ഇല്ലയോ? ഈ പെണ്ണിനെ നാളെ എന്റെ ഭർത്താവ് വർഷങ്ങളോളം മാറി നിന്നാലും എന്റെ ഭർത്താവ് നൽകിയ അമാനത്തിൽ വഞ്ചന കാണിച്ചുകൂടാ, അള്ളാഹ് കാണുന്നുണ്ട് എന്ന് പറയാൻ കഴിയൂ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എന്നിട്ട് ഞാൻ ഒരു സംഭവം പറഞ്ഞു തന്നില്ലേ? ഓർമ്മയുണ്ടോ? അത് രസിച്ചിരുന്ന് കേട്ടിട്ട് പോലെ ഉണ്ടോ? എന്താ തലയാട്ടാത്തത്? ഓർമ്മയുണ്ടോ? ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? فإن الله يبصر فوق عرشه ويغلب للفعال الموبقات. ആ ചെറുപ്പക്കാരൻ തന്നെ ആഗ്രഹപൂർത്തീകരണത്തിന് വേണ്ടി വിളിച്ച പെണ്ണിനോട് പറഞ്ഞതെന്താ? 5 വക്ത് നിസ്കാരമില്ലാത്തവൻ ഇത് കടിയോ? അള്ളാഹനെ പേടിയില്ലാത്തവന് കഴിയുമോ? പെണ്ണെ വേണ്ട. വലാ തബ്തഗി ഫീമാ ലദൈനാ വലാ തബ്ഗി ഫുജൂറ ഇലൽ മമാതി. മരിക്കുന്നത് വരെ ഞാൻ തെറ്റ് ചെയ്യൂല. അതിനാ ചെറുപ്പക്കാരൻ കാരണം പറഞ്ഞതെന്താ? ഇന്നലെ പറഞ്ഞതൊന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാ. ഫഇന്നല്ലാഹ യുബ്സിറു ഫൗക അർശി വയഗ്ലബു ലിൽ ഫാലിൽ മൂബികാതി. അർശിന്റെ മുകളിലിരിക്കുന്ന അല്ലാഹു പാപത്തെ കാണുകയില്ലേ? അങ്ങനെ ഒരു ബോധം കുടുംബ ബന്ധത്തിൽ വന്നാല് വിവാഹത്തിന്റെ 3-ാം ഘട്ടത്തിൽ നീ എത്തൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാനിവിടെ വന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ കല്യാണത്തിന് 3-ാം ഘട്ടം പറഞ്ഞില്ല, 2 ഘട്ടം ഉസ്താദ് പറഞ്ഞുള്ളൂ. ഇന്നാ 3-ാം ഘട്ടത്തിൽ ഇന്ന് അവസാനിക്കും. ഇന്നാണ് 3-ാം ഘട്ടം അവസാനിക്കുന്നത്. 3-ാം ഘട്ടത്തിലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യത്തെ ഘട്ടം എവിടെ നടക്കുന്നത്? ഇതൊരു സുമാറില്ലാത്ത പരിപാടിയാണല്ലോ. ആദ്യത്തെ ഘട്ടം എവിടെയാ വിവാഹത്തിന്റെ? സുബ്ഹാനല്ലാഹ്. നാലാം മാസം. കല്യാണം കഴിഞ്ഞിട്ടാണ് 4-ാം മാസം. നാലാം മാസം കല്യാണം കഴിഞ്ഞാലേ പിന്നെ 4-ാം മാസത്തെ കുറിച്ച് വന്നിട്ട് ഉമ്മാന്റെ ഗർഭാശയത്തിൽ 4-ാം മാസത്തില് 4-ാം മാസത്തില് തലയിലെഴുതും ഇവന്റെ ജീവിതത്തിൽ വരാൻ പോണത് ഇന്ന പെണ്ണാണ് എഴുതും. 1-ാം ഘട്ടം നടക്കുന്നത് എവിടെയാണ്? ഒരു 5 ലിറ്റർ വെള്ളം കൊള്ളാൻ മാത്രം വലിപ്പമുള്ള 3 ഇരുട്ടിന്റെ എറയുടെ ഉള്ളിൽ കിടക്കുന്ന ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗുഹയിൽ നമ്മുടെ കല്യാണത്തിന്റെ ആദ്യത്തെ തീരുമാനം നടക്കുന്ന എവിടെയാണ്? മലക്ക് വന്ന് 4-ാം മാസത്തിൽ എഴുതി. ഞാൻ പറഞ്ഞില്ല, ഓർമ്മയുണ്ടോ? ഈ 4 ദിവസം കേട്ടവരൊക്കെ ഇതിന്റെ തുടർച്ച മനസ്സിലാവും. 4 ദിവസം കേട്ടവരൊക്കെ ഇതിന്റെ തുടർച്ച മനസ്സിലാവും. നാസറുസ്ഥാനൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. ലാസ്റ്റ് ദിവസം വന്നിട്ട് കാര്യമില്ല. ഇത് തുടക്കമാണ്. ദൗർ തസൽസുലാണ്, ഹദിയത്ത് സൈദിയ. അപ്പോ നിങ്ങളൊന്ന് നോക്കി, 3 ഘട്ടത്തിൽ എത്തണോ? ആദ്യത്തെ ഘട്ടം നടക്കുന്ന എവിടെയാ? ഒരു കൊച്ചു ഗുഹ, ഉമ്മാന്റെ ഗർഭാശയം. ഗർഭിണിയാകുമ്പോൾ ഒരു മാതാവിന്റെ ഗർഭാശയത്തിന്റെ അളവ് 1 സ്പൂൺ ദ്രാവകം കൊള്ളാൻ വലിപ്പമാണ്. 9 മാസവും 10 ദിവസവും ആവുമ്പോൾ അതിങ്ങനെ വലുതായി കുഞ്ഞു വളരുന്നതിനനുസരിച്ച് വലുതായി 5 ലിറ്റർ വെള്ളം കൊള്ളാൻ വലിപ്പമുള്ള ഒരു കൊച്ചു ഗുഹയാണ്. ആ ഗുഹയ്ക്കുള്ളില് 3 ഭിത്തിയുണ്ട്. ആംനിയോൺ, കോറിയോൺ. സയൻസ് പഠിക്കണവരൊന്നും ഇല്ല.
ഗർഭാശയത്തിന് 3 ആവരണമുണ്ട്. MBBS കാരെങ്കിലും ഉണ്ട്. എന്തൊക്കെയാണ്? ആംനിയോൺ, കോറിയോൺ, പ്ലാസന്റ. 3 ഭിത്തി. ഖുർആൻ يخلقكم خلقا من بعد خلق في ظلمات 3 ഇരുട്ടറകൾക്കുള്ളിലാണ് നിന്റെ ആദ്യ വിവാഹം നടക്കുന്നത്. രണ്ടാമത് അല്ലാഹു നൽകുന്ന വിവാഹത്തിന്റെ 2ാം ഘട്ടം ഈ ഭൂമിയിലാണ്. അതിൽ നിന്നും ഒരൽപ്പം കൂടി വിശാലതയുള്ള സ്ഥലം, 5 ലിറ്റർ വെള്ളം കൊള്ളാൻ വലിപ്പമുള്ള കൊച്ചുകുകയിൽ തുടങ്ങിയ തീരുമാനം, ഇതാ നിന്റെ ഭൂമിയിലെത്തി നിങ്ങൾ ജീവിതം തുടങ്ങുകയാണ്. ആ ജീവിതം തുടങ്ങുന്ന 2ാം ഘട്ടം ഇച്ചിരി കൂടി വിശാലമുണ്ട്. 66,66,80,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഭൂമിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. തുടക്കം കൊച്ചു ഗുഹയിൽ, 2ാമത്തെ ഘട്ടം ഇത്തിരിയും കൂടെ വലിയ സ്ഥലത്ത്. അതെവിടെയാ? 66 കോടി. ഈ പ്രപഞ്ചത്തിന്റെ ആകെ വിസ്തീർണം എത്രയാ? 66 കോടി. ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം വിസ്തീർണം 66,66,80,000 ചതുരശ്ര കിലോമീറ്റർ. മൊത്തം വിസ്തൃതി, മൊത്തം അളവാ, കൃത്യ അളവ്. സംശയം ഉണ്ടായിരുന്നില്ല? സംശയം ഉണ്ടെ അളന്നു നോക്കിക്കോളൂ. അല്ല, ഞാൻ പറയണതിൽ സംശയം ഉണ്ടെങ്കിൽ അളന്നു നോക്കിക്കോളും, കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി വലുതായി. ഇനി കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ കിടന്ന് ഇങ്ങനെ വട്ടം വരട്ടാതെ കുറച്ചുകൂടി വിശാലമായ ചിന്തയോടെ മനസ്സുകൊണ്ടായാൽ കല്യാണത്തിന്റെ 3ാം ഘട്ടം അതെവിടെയാണ്? ഈ ഭൂമിയേക്കാൾ ഈ ഭൂമിയുടെ 7 ഇരട്ടിയുള്ള മറ്റൊരു ലോകം. وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض. ആകാശത്തിനും ഭൂമിക്കും കൂടി എത്ര വീതിയുണ്ടോ അതിനേക്കാൾ വീതിയുള്ള സ്വർഗത്തിലാണ് നിന്റെ 3ാമത്തെ ഘട്ടം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ എങ്ങനെയാണ് 3ാം ഘട്ടം? 3ാം ഘട്ടം എവിടെയാ? സ്വർഗത്തിലാണ്. അവിടെ എത്തണോ? ഇനി കേട്ടോളി. ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് 3ാം ഘട്ടം പറഞ്ഞു പിരിയും. മക്കളും മാതാപിതാക്കളൊക്കെ ഇൻഷാ അല്ലാഹ് ഇനി പിന്നീട് ഒരിക്കലും പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ കല്യാണം നന്നായിട്ട് നടക്കണം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ, അല്ലേ? ആ തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവും. ആദ്യം തുടക്കം നന്നാവണം. തുടക്കം എവിടെയാണ്? ഹറാമിന്റെ നടുവിൽ. തുടക്കം എവിടെയാ? ഹറാമിന്റെ നടുവില്. ഓഡിറ്റോറിയത്തിന്റെ നടുവില് ഏറ്റവും ഫ്രണ്ടിൽ പെണ്ണ്, ഏറ്റവും ബാക്കി നിക്കാഹ് നടക്കുന്ന സദസ് പ്രൈവറ്റ് ബസ് മാതിരി. പെണ്ണ് മുമ്പില്, ആണ് പുറകില്. കല്യാണത്തിന് നിക്കാഹിന് സാക്ഷിയായിട്ടിരിക്കുന്ന പുരുഷനല്ലേ? ഓഡിറ്റോറിയം മുഴുവൻ പെണ്ണുങ്ങൾക്ക് വിട്ടുകൊടുത്തു. നമ്മൾ ഏറ്റവും പുറകിൽ പോയിരുന്നു. ഹറാമിന്റെ നടുവിലാണ് ആദ്യത്തെ കല്യാണം നടക്കുന്ന തുടക്കം നല്ല സ്ഥലത്ത് നടക്കണ്ടേ സഹോദരങ്ങളെ? തുടക്കം നല്ല സ്ഥലത്ത് നടക്കണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലോകത്തിലെ ആദ്യത്തെ കല്യാണം നടന്ന എവിടെ വെച്ചാ? ലോകത്തിലെ ആദ്യത്തെ നിക്കാഹ് നടന്ന എവിടെ വെച്ചാ? ഞാൻ ഈ പറയുന്ന കാര്യം അമൽ ചെയ്യൂ. ഞാൻ ഈ പറയുന്ന കല്യാണം കഴിക്കാത്തവർക്ക് വേണ്ടിയാണ്. ലോകത്തിലെ ആദ്യത്തെ കല്യാണം നടന്ന എവിടെ വെച്ചാ? وَقُلْنَا يَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ. ഏ ആദമേ, ഹവ്വാ ദമ്പതികളെ, നിങ്ങൾ സ്വർഗത്തിൽ കടന്നോ. ആദ്യത്തെ വാപ്പയുടെയും ഉമ്മയുടെയും കല്യാണം നടന്നത് സ്വർഗത്തിലാണ്. വാപ്പയും ഉമ്മയും കല്യാണം കഴിച്ചെടുത്ത് വേണ്ട മക്കളെ കല്യാണം കഴിക്കാൻ. അതുകൊണ്ട് നിന്റെ നിക്കാഹ് ഭൂമിയിലെ സ്വർഗത്തിൽ വെച്ചാകട്ടെ. ഭൂമിയിലെ സ്വർഗം ഒരേ ഒരു സ്വർഗമേ ഉള്ളൂ. അത് വീഗാലാൻഡല്ല, വണ്ടർവേൾഡ് അല്ല. ഭൂമിയിലെ സ്വർഗം അല്ലാഹുവിന്റെ പള്ളിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നിക്കാഹ് എവിടെ വെച്ചായിരിക്കണം? പള്ളിയിൽ വെച്ചായിരിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ കല്യാണം കഴിച്ച എന്റെ നിക്കാഹ് പള്ളിയിൽ വെച്ച്, നിക്കാഹ് പള്ളി വെച്ച് നടത്തി. റിസപ്ഷനൊക്കെ ഓഡിറ്റോറിയത്തിലായിക്കോട്ടെ. MSR ഓഡിറ്റോറിയത്തിൽ കല്യാണം, മംഗലപുരം പള്ളി മുമ്പിൽ ഇരിക്കുമ്പോ നീ ഇവിടെ വെച്ച് നിക്കാഹ് നടത്തിയ പള്ളി നിന്നെ ശപിക്കൂല. പടച്ചോനെ, റസൂലുള്ള ചെയ്യാൻ പറഞ്ഞെടുത്ത് ചെയ്യാതെ ഓഡിറ്റോറിയത്തിൽ കല്യാണം നടത്തിയിട്ട് നിനക്ക് എന്താ പ്രയോജനം? നിക്കാഹ് പള്ളിയിൽ, റിസപ്ഷൻ ഓഡിറ്റോറിയം. ഇൻഷാ അല്ലാഹ് ഞാൻ കല്യാണം കഴിച്ചാൽ എന്റെ നിക്കാഹ് പള്ളി വെച്ച് നടത്തും എന്ന ഒരു സുന്നത്ത് നടപ്പാക്കാൻ ആർജമുള്ള ചെറുപ്പക്കാരെന്ന് കൈവക്കി. ആർജമുള്ള ചെറുപ്പക്കാർ വയ്ക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ പെണ്ണ് കെട്ടാത്ത ഇത്രേ ഉള്ളൂ. ഈ വയസ്സന്മാരൊക്കെ കൈവക്കി ഇനിയും കെട്ടാനാ?
ഓ ഇനി കല്യാണം കഴിച്ചാൽ ഞാൻ പള്ളി വെച്ച് നടത്തുന്ന ഉപ്പുപ്പാക്ക അള്ളാഹ് കബൂലാക്കി ഒന്നുകൂടി കിട്ടിട്ട്